കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ് ഓൾ, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബികോമിന്റെ പേപ്പറായ BCOC 134, അതായത് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രീവൈറ്റ് അനാലിസിസ് ആണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിലുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഇപ്പം ഇത്രയും വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ ഇതിന്റെ ഒരു എങ്ങനെയാണ് എത്രത്തോളം ലെവലിലാണ് നമ്മൾ ഇതുപോലത്തെ വീഡിയോസും അല്ലെങ്കിൽ ഈ ഒരു അനാലിസിസും നടത്തുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എങ്കിലും ഒന്നും കൂടെ ഒന്ന് പറയാം. അതായത് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമുക്കൊരു പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയേഴ്സിൽ ഇതിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതെന്നും അല്ലെങ്കിൽ ഏതൊരു പാറ്റേൺ ആണെന്നും വന്നിരിക്കുന്നതെന്ന് കണ്ട് അറിഞ്ഞ് പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു December 2024 എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം എന്തെല്ലാം കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യത്തിൽ കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നൊരു ക്ലിയർ ഐഡിയ കിട്ടും. അപ്പൊ അതിന്റെ ബേസിൽ നമുക്കൊരു നല്ലൊരു പ്രിപ്പറേഷൻസ് നടത്താൻ പറ്റും. അതായത് നല്ലൊരു അനാലിറ്റിക്കൽ സ്റ്റഡിയാണ് ഇതിൽ വരിക. അപ്പം ആ ഒരു ബേസിൽ തന്നെ നമ്മളും പഠിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് പാറ്റേൺസും അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട പോർഷൻസും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ആ ഒരു സബ്ജക്റ്റ് നല്ല രീതിയിൽ ഒന്ന് ക്ലിയർ ചെയ്ത് പ്രിപ്പയർ ആയി പോകാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു അനാലിസിസ് ആണ് ഈ ഒരു സെഷനകത്ത് വരുന്നത്. ദെൻ ഈ ഒരു അനാലിസിസിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് പ്രീവിയസ് ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സിലബസിന്റെയും ഓരോ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ നടത്തി വരുന്നത്. ഇത് നമുക്കൊരു ക്വസ്റ്റ്യൻ പാറ്റേൺസും ടൈപ്സും എല്ലാം മനസ്സിലാക്കാൻ ഈ ഒരു സെഷൻസ് നമ്മളെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് സിലബസ്, പാറ്റേൺ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പ്രിപ്പറേഷൻ ടൂൾസ് ഇതെല്ലാം നമുക്ക് ഈ ഒരു അനാലിസിസിൽ നിന്ന് മനസ്സിലാകും. ഏത് യൂണിറ്റ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ടോപ്പിക്സ് ആണ് നമ്മൾ കൂടുതൽ നോക്കേണ്ടത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ട്രെൻഡ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ പറയുന്നുണ്ട്. അപ്പം അതിന്റെയൊക്കെ ബേസിൽ നമുക്ക് ഈ December 2024 എക്സാമിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. അപ്പം നമ്മളുടെ ഒരു ടോപ്പിക്കിലോട്ട് വരികയാണെങ്കിൽ ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, രണ്ട് സബ്ജക്റ്റ് അല്ലെങ്കിൽ രണ്ട് ടോപ്പിക്സിന്റെ ഒരു മിക്സ് ആണ് അല്ലെ സിലബസിൽ വരുന്നത്. ബിസിനസ് മാത്തമാറ്റിക്സിന്റെ പോർഷനും വരുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പോർഷനും വരുന്നുണ്ട്. അപ്പം അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ആ രീതിയിൽ തന്നെയാണ് എഫക്റ്റ് ഒക്കെ വരുന്നത്. അപ്പൊ അത് എങ്ങനെയാണെന്നെല്ലാം നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി വരാം. ഈ ഒരു സെഷനകത്ത് 2019 തൊട്ട് 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ബേസിലുള്ള ഒരു അനാലിസിസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പം സിലബസ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഓരോ ബ്ലോക്കിലും ഒക്കെ യൂണിറ്റ്സിലും ഒക്കെ വരുന്ന കുറെ ഒരു ട്രെൻഡും കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും എല്ലാം ഈ ഒരു സെഷനകത്ത് നമ്മൾ അസസ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇതിന്റെ ഏറ്റവും ലാസ്റ്റിൽ പറയുന്നുണ്ട്. എല്ലാ വീഡിയോസിലും വരുന്ന പോലെ തന്നെ നമ്മൾ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും തരുന്നുണ്ട്. അതിന്റെ ഒരു അതായത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന കുറേ ക്വസ്റ്റ്യൻസ്, ഇത് തന്നെ ക്വസ്റ്റ്യൻസ് എന്നല്ല, പക്ഷെ വരാൻ ചാൻസ് കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ദെൻ അത് മാത്രമേ പഠിക്കാവൂ എന്നല്ല, അതിൽ മാറിയും തിരിഞ്ഞൊക്കെ വരും. കറന്റ്ലി ഇപ്പൊ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് അനുസരിച്ചാണ് നമ്മളൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നത്. അപ്പൊ അത് നോക്കുക. എന്നിട്ട് അതിന്റെ ആൻസേഴ്സ് ലേൺവൈസിന്റെ സ്റ്റുഡൻസിന് നിങ്ങളുടെ ആപ്പിൽ ഡോക്കായിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് നോക്കി അതെങ്ങനെ ആൻസർ ചെയ്യണമെന്നുള്ള ഒരു ഐഡിയയും കിട്ടും. ദെൻ നമുക്ക് സിലബസ് ബേസ്ഡ് ആയിട്ട് ഒന്ന് ഇതിനെ നോക്കി പോകാം. അതായത്
ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2 പാർട്ടായിട്ടാണ് നമ്മുടെ പേപ്പർ വരുന്നത്. ബിസിനസ് മാത്തമാറ്റിക്സും ഉണ്ട്, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സും ആണ്. അങ്ങനെ 2 സെക്ഷനായിട്ടാണ് നമ്മളുടെ പേപ്പർ വരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും അതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. 2 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, പാർട്ട് എ പാർട്ട് ബി. പാർട്ട് എയിൽ ബിസിനസ് മാത്തമാറ്റിക്സും പാർട്ട് ബിയിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്വസ്റ്റ്യൻസുമാണ് വന്ന് കണ്ടിട്ടുള്ളത്. ഇനി ഓരോ ബ്ലോക്ക് വൈസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് മാട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ആണ്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് 1 ടൈപ്സ് ഓഫ് മെട്രിക്സ്, മാട്രിക്സ് ആൽജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്കാണ് വരുന്നത്. അത് 6 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതിന് ഹൈ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. ദെൻ യൂണിറ്റ് 2 വരുന്നത് ഡിറ്റർമിനൻസ് ആൻഡ് ക്രാമേഴ്സ് റൂൾ ആണ്. അത് 4 പ്രാവശ്യമാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ. അത് മീഡിയം ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാം. ദെൻ യൂണിറ്റ് 3 ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് ആണ്. അത് 5 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഹൈ ഇമ്പോർട്ടൻസ് എന്ന രീതിയിലാണ് വരുന്നത്. ദെൻ യൂണിറ്റ് 4 ആപ്ലിക്കേഷൻസ് ഓഫ് മെട്രിക്സിന് 3 ടൈംസ് ആണ്, അത് മീഡിയം ലെവലും. ബ്ലോക്ക് 2 ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ യൂണിറ്റ് 5 ഫങ്ഷൻസ് ആൻഡ് ടൈപ്സ് എന്ന് പറയുന്ന പോർഷൻ 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഹൈ ഇമ്പോർട്ടൻസ് ആണ് പറയാം. ദെൻ യൂണിറ്റ് 6 ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റിയിൽ 4 പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, മീഡിയം ലെവൽ ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു പോർഷൻ ഉള്ളത്. യൂണിറ്റ് 7 എന്ന് പറയുന്നത് ഡിഫറൻസിയേഷൻ റൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ്. അത് 9 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്, അത് വെരി ഹൈ എന്ന രീതിയിൽ നമുക്ക് ലെവലായിട്ട് പറയാൻ പറ്റും. ദെൻ യൂണിറ്റ് 8 മാക്സിമം ആൻഡ് മിനിമം നോക്കിക്കഴിഞ്ഞാൽ 5 പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, അതിനെയും ഹൈ ഇമ്പോർട്ടന്റ് ഏരിയ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനുള്ളിൽ പറയാം. ദെൻ യൂണിറ്റ് 9 ആപ്ലിക്കേഷൻസ്, അതായത് ഡിമാൻഡ്, സപ്ലൈ, റവന്യൂ എന്ന് പറയുന്ന കുറച്ച് പോർഷൻസ് ഉണ്ടല്ലോ, അത് 4 പ്രാവശ്യമാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ മീഡിയം ഇമ്പോർട്ടന്റ് ലെവലിലേക്ക് പറയാം. ദെൻ ബ്ലോക്ക് 3 ഫിനാൻഷ്യൽ മാത്തമാറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 10 സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്ന് 8 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, വെരി ഹൈ ഏരിയ ആണ് അല്ലെങ്കിൽ ടോപ്പിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ യൂണിറ്റ് 11 കോമ്പൗണ്ടിങ് ആൻഡ് ഡിസ്കൗണ്ടിങ്, അത് 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഹൈ ഇമ്പോർട്ടൻസ് ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 4 യൂണിവേരിയന്റ് അനാലിസിസ്, അതിലെ യൂണിറ്റ് 12 ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് 3 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതൊരു പാർട്ട് ബി ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പോർഷൻ ആണ്, ബ്ലോക്ക് 4 തൊട്ട് വരുന്നത്. അത് മീഡിയം ലെവൽ ആണ് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് ചോദിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് പറയുന്നത്. ദെൻ യൂണിറ്റ് 13 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതായത് മീൻ, മീഡിയൻ, മോഡ് ഒക്കെ ഇല്ലേ, അത് 9 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, വെരി ഹൈ റേഞ്ചിലാണ് വരുന്നത്. ദെൻ വരുന്നത് യൂണിറ്റ് 14 മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, അതായത് റേഞ്ച്, വേരിയൻസ്, SD എന്നൊക്കെ പറയുന്നത് എന്താണ്, നമുക്ക് 7 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതിന് ഹൈ ഇമ്പോർട്ടൻസ് ഏരിയ ആയിട്ട് പറയാം. ബ്ലോക്ക് 5 ബൈവേരിയൻ അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ കോറിലേഷന്റെ പോർഷൻ, അതായത് കാൾ പിയേഴ്സൺ അല്ലെങ്കിൽ റാങ്ക് കോറിലേഷൻ എന്ന പോർഷനിൽ നിന്നൊക്കെ 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, വെരി ഹൈ ഏരിയ ആണ്. ദെൻ യൂണിറ്റ് 16 റിഗ്രഷൻ അനാലിസിസിൽ നിന്ന് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അതും ഹൈ ഏരിയ ആണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 6 ടൈം ബേസ്ഡ് ഡാറ്റ അനാലിസിസിൽ നിന്ന് യൂണിറ്റ് 17 ഇൻഡെക്സ് നമ്പേഴ്സ്, അതിൽ നിന്ന് മെത്തേഡ്സ്, ടെസ്റ്റ് എന്ന് പറയുന്ന പോർഷൻസ് ഒക്കെ 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഹൈ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. യൂണിറ്റ് 18 ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്ന 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, മീഡിയം ഏരിയ ആയിട്ട് പറയാം. ഇനി ബാർ ഗ്രാഫ് രീതിയിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ ബ്ലോക്കിന്റെ ഇമ്പോർട്ടൻസ് ലെവൽ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ 6 ബ്ലോക്സിൽ നിന്നും നമ്മുടെ സെക്കൻഡ് ബ്ലോക്ക്, അതായത് ഡിഫറൻഷ്യൽ കാൽക്കുലസിന്റെ പോർഷനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. 25 ടൈംസ് അല്ലെങ്കിൽ 25 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്നത് ബ്ലോക്ക് 4 ആണ്, യൂണിവേരിയന്റ് അനാലിസിസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് മെട്രിക്സ് ഓഫ് ഡിറ്റർമിനൻസ്, അതായത് ഫസ്റ്റ് ബ്ലോക്കും. ദെൻ വരുന്നത് നമ്മളുടെ 5th ബ്ലോക്ക് ബൈവേരിയന്റ് അനാലിസിസിന്റെ പോർഷനും. ദെൻ വരുന്നത് നമുക്ക് 3rd ബ്ലോക്ക് ഫിനാൻഷ്യൽ മാത്തമാറ്റിക്സും. ഏറ്റവും കുറവ് ഇതുവരെ വന്ന് കണ്ടിട്ടുള്ളത് ടൈം ബേസ്ഡ് ഡാറ്റ അനാലിസിസ്, അതായത് ലാസ്റ്റ് ബ്ലോക്കിൽ നിന്നുമാണ്. ഇനി നമുക്കൊരു പൈ ചാർട്ടിൽ അതിന്റെ ഇമ്പോർട്ടൻസ് ലെവൽ കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹൈ ലെവൽ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ വെരി ഹൈ എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്സ് വരുന്നത് 26.1%, 26.1% ക്വസ്റ്റ്യൻസും ടോപ്പിക്സും നമുക്ക് വെരി ഹൈ ഇമ്പോർട്ടന്റ് ലെവലാണ്. ദെൻ 43.5 ടോപ്പിക്സും നമ്മുടെ ഈ ഒരു ബ്ലോക്സിലെ അല്ലെങ്കിൽ സിലബസിലെ 43.5% ക്വസ്റ്റ്യൻസും എന്താണ്, നമുക്ക്
ഇമ്പോർട്ടൻറ്റ് ലെവൽ, ഹൈ ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് പറയാം. ദെൻ 30.4% പോർഷൻസും നമ്മളുടെ മീഡിയം ഇമ്പോർട്ടൻസ്, അതായത് ലോ ഇമ്പോർട്ടൻറ്റ് എന്നൊരു ഏരിയയിൽ നമുക്ക് പറയാൻ ക്വസ്റ്റ്യൻസ് അധികമില്ല, അല്ലെങ്കിൽ ടോപ്പിക്സ് അധികമില്ല. കൂടുതലും നമുക്ക് എന്താണ് ഹൈ ഇമ്പോർട്ടൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ടോപ്പിക്സ് ആണ് ഉള്ളത്. 43.5% ആണ് പറയുന്നത്. ദെൻ മീഡിയം ഇമ്പോർട്ടൻസ് ലെവൽ ആണ് അതിലും താഴെയുള്ളത് 30.4. ഏറ്റവും കുറവ് കണ്ടിട്ടുള്ളത് വെരി ഹൈ ഇമ്പോർട്ടൻസ്, അതായത് 26.1%. ഇനി എന്തുകൊണ്ട് ഈ ഹൈ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി, മീഡിയം ഫ്രീക്വൻസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈ ഫ്രീക്വൻസി ലെവൽ എന്ന് പറയുന്നത് എന്താണ്, കൂടുതൽ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്ന് കണ്ടിട്ടുള്ളതിനെയാണ് നമ്മൾ ഹൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞത്, അല്ലേ? അപ്പം അതിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് ഡിഫറൻസിയേഷൻ, സെൻട്രൽ ടെൻഡൻസി, കോറിലേഷൻ, അങ്ങനെ പറയുന്ന കുറച്ച് പോർഷൻസ്. ഇനി മീഡിയം ഫ്രീക്വൻസി ടോപ്പിക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓർ ആപ്ലിക്കേഷൻസ് ഓഫ് മെട്രിക്സ്, അങ്ങനത്തെ കുറച്ച് പോർഷൻസിൽ നിന്നും ഒരു ബാലൻസ് രീതിയിൽ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് പോകേണ്ടതുണ്ട്. ദെൻ ലോ ഫ്രീക്വൻസി വരുന്ന ടോപ്പിക്സ് ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അതാണ് ലോ ഫ്രീക്വൻസി ടോപ്പിക്സിൽ വരുന്നത്. ദെൻ നമ്മളുടെ ഒരു ഹൈ പ്രയോറിറ്റി യൂണിറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ 3 or 4 രീതിയിൽ റിപ്പീറ്റ് ഫ്രീക്വന്റ്ലി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഹൈ ഇമ്പോർട്ടൻസ് എന്ന രീതിയിൽ പറയുന്നത്. നമുക്ക് അതിന് തൊട്ട് താഴെ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെ? നമുക്ക് അങ്ങനെ ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹൈ പ്രഡിക്റ്റീവ് എന്ന് പറയണമെങ്കിൽ നമ്മൾ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യണം. അതായത് നമുക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിൽ നമ്മൾ എക്സാം സിനാറിയോസ് വെച്ചിട്ടായിരിക്കും ഒരു പ്രഡിക്റ്റീവ് പേപ്പർ തരുന്നത്. അപ്പം അത് നമ്മൾ അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ പഠിച്ച് അത് വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തന്നെ പരീക്ഷയ്ക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫൗണ്ടേഷണൽ കൺസെപ്റ്റ്സും അല്ലെങ്കിൽ മാട്രിക്സ് ഓപ്പറേഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ്, കോൺഫിഡൻഷ്യൽ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലം പോർഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ കോർ കൺസെപ്റ്റ്സിൽ കൂടുതലായിട്ട് നമ്മൾ ഇത് ആണ് മെയിൻ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ കൂടുതൽ സ്ട്രെങ്തൻ ആയി അല്ലെങ്കിൽ കൂടുതലായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എക്സാംസ്, അല്ലാതെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ചോദ്യം തന്നെയാണ് വന്നതെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് എക്സാമിനെ കാണാൻ പറ്റും. ഇനി നമ്മുടെ ഒരു എക്സാം പാറ്റേൺ നോക്കാം. നോർമലി നമ്മുടെ ബിസിനസ് മാത്തമാറ്റിക്സിന്റെ അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിന്റെ പാറ്റേൺ വരുന്നത് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 10 to 15 മാർക്സിനാണ് നോർമലി കണ്ടുവരുന്നത്. അതിന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വയർഡ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് ഓർ ഡെറിവേഷൻസ്. നമുക്ക് ഒരു ടോപ്പിക് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും ഡെറിവേഷൻസും വരേണ്ട ഒരു പോർഷൻ ആണ് എസ് എ എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ ഇപ്പോൾ തന്നിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് വിത്ത് എക്സാമ്പിൾസ്, ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
നമ്മളോട് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനോ ഡിസ്കസ് ചെയ്യാനോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. ദെൻ വന്ന് കണ്ടിട്ടുള്ള ടൈപ്പ് ആണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. അത് 5 to 10 മാർക്സിനാണ് വരുന്നത്. ആ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് കൺസെപ്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കാൽക്കുലേഷൻസോ ഡെഫിനിഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. അതിന്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഡിഫൈൻ ആൻഡ് കമ്പ്യൂട്ട് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, എക്സ്പ്ലെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ദെൻ വരുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. അത് 10 to 15 മാർക്സിനാണ് നോർമലി വരുന്നത്. ഇൻവോൾവ് കാൽക്കുലേഷൻസ് യൂസിങ് പ്രൊവൈഡഡ് ഡാറ്റ. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യണം. പ്രോബ്ലം ക്വസ്റ്റ്യൻസ്. ഇത് സോൾവ് ലീനിയർ ഇക്വേഷൻസ്, ദെൻ കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, അങ്ങനെ വരുന്ന പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. അത് 10 to 15 മാർക്സിനാണ്. ദെൻ കേസ് ബേസ്ഡ് സ്റ്റഡീസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ്, അതിന് 10 to 15 മാർക്സ് ആണ് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസിനും വരുന്നത്. ഇത് പ്രാക്ടിക്കൽ സിനാരിയോസ് വെച്ചിട്ട് അത് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ കൂടുതൽ വരുന്നത്. അതായത് യൂസ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ടു ഡിസ്ക്രൈബ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. അപ്പൊ നമ്മൾ ആ കേസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അതിനകത്ത് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുന്ന അറിഞ്ഞാൽ അപ്പൊ നമ്മളുടെ ഒരു ആപ്ലിക്കൻ ലെവൽ ഒരു ബേസ്ഡ് ആയിരിക്കും അവിടെ അനലൈസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ഒരു കവറേജ് ട്രെൻഡ് നോക്കാം, അല്ലെങ്കിൽ ഫ്രീക്വൻസി നോക്കാം. ദെൻ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ചോദിച്ചു വന്നിട്ടുള്ള ഒരു ബ്ലോക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്ലോക്ക് 1 മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മെട്രിക്സ്, അൽജിബ്ര ആൻഡ് ഡിറ്റർമിനൻസ് ആർ കോൺസ്റ്റന്റ്ലി ടെസ്റ്റഡ്. നമുക്ക് മെട്രിക്സ്, അൽജിബ്രയും ഡിറ്റർമിനൻസ് എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഫ്രീക്വന്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ അതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ഡെറിവേഷൻസ്, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് കണ്ടുവരുന്ന ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ടൈപ്സ് എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് 2 ഡിഫറൻഷ്യൽ കാൽക്കുലസ് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമ ആൻഡ് മിനിമ, ഡിഫറൻസിയേഷൻ റൂൾസ്, അങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതലും അതിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. പിന്നെ കൂടുതൽ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എസ്സേ ഓർ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ് അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്, ബ്ലോക്ക് 2 നിന്ന് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 3 ഫിനാൻഷ്യൽ മാത്തമാറ്റിക്സ് നോക്കുമ്പോൾ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കൂടുതലായിട്ടും അതിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് 4 സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷൻ ആണ് റെഗുലർ ആയിട്ട് ചോദിച്ചു വന്നിട്ടുള്ളത്. അതൊരു ഷോർട്ട് നോട്ട്സിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതേപോലെ തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസിലും നമുക്ക് ചോദിച്ച് കാണാൻ ചാൻസ് ഉണ്ട്. ദെൻ ബ്ലോക്ക് 5 ബൈവേരിയന്റ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതില് കൂടുതലെടുത്തും അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ള ഒരു പോർഷൻ ആണ് ഈ ഒരു ബ്ലോക്കിലേത്. അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്ന ഡെറിവേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ന്യൂമറിക്കൽ പ്രോബ്ലംസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ ടൈം ബേസ്ഡ് ഡാറ്റ അനാലിസിസ്, അതായത് ബ്ലോക്ക് 6 നിന്ന് ഇൻഡെക്സ് നമ്പേഴ്സും ടൈം സീരീസും, ടൈം സീരീസ് അനാലിസിസ് ഇതിനായിട്ട് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതും ഫ്രീക്വന്റ്ലി ചോദിച്ച് കാണുന്ന ഒരു പോർഷൻ ആണ്. അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ കവർ ചെയ്യാൻ ശ്രദ്ധിക്കാം. ദെൻ നമുക്കിതൊരു ടേബിൾ ബേസിൽ ബ്ലോക്ക് വൈസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്കിലെ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 1 to 4 ആണ് അതിനകത്ത് വരുന്നത്. 20 to 25 മാർക്സ് ആണ് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇതുവരെ നമുക്ക് ആ ഒരു പോർഷനിൽ നിന്നും വന്ന് കണ്ടിട്ടുള്ളത്. അതായത് ഹൈ ലെവൽ ഫോക്കസ് കൊടുക്കേണ്ട ഒരു പോർഷൻ ആണ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ കാൽക്കുലസ്, അതായത് യൂണിറ്റ് 5 to 9 നോക്കിക്കഴിഞ്ഞാൽ 25 to 30 മാർക്സ് കണ്ടിട്ടുണ്ട്. വെരി ഹൈ ഫോക്കസ് കൊടുക്കേണ്ട ഒരു ലെവലാണ്. ഫിനാൻഷ്യൽ മാത്തമാറ്റിക്സിൽ നിന്ന്, അതായത് ബ്ലോക്ക് 3 നിന്ന് യൂണിറ്റ് 10 to 11 നോക്കിക്കഴിഞ്ഞാൽ 15 to 20 മാർക്സ് ആണ് കണ്ടിട്ടുള്ളത്. ഹൈ ലെവൽ ഫോക്കസ് കൊടുക്കണം. യൂണിവേരിയന്റ് അതായത് യൂണിറ്റ് 12 to 14 നോക്കിക്കഴിഞ്ഞാൽ 20 to 25 മാർക്സ് ആണ് നിലവിൽ കണ്ടിട്ടുള്ളത്. അതും ഹൈ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയയിലുള്ള ടോപ്പിക്സ് ആണ്. ദെൻ ബൈവേരിയന്റ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 15 to 16 ആണ്, 25 to 30 മാർക്സ് കണ്ടിട്ടുണ്ട്. ഏറ്റവും വെരി ഹൈ എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ്, ഫോക്കസ് കൊടുക്കേണ്ട ഒരു പോർഷൻ ആണ്. ദെൻ ടൈം ബേസ്ഡ് ഡാറ്റ അനാലിസിസ് യൂണിറ്റ് 17 to 18 നോക്കിക്കഴിഞ്ഞാൽ 10 to 15 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. ഇതൊരു മീഡിയം ലെവലാണ് ആ ഒരു ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫോക്കസ് ലെവൽ എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും വെരി ഹൈ പൊസിഷനിൽ നിൽക്കുന്നത് ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 5ഉമാണ്. ഏറ്റവും കുറവ് നിൽക്കുന്നത് ബ്ലോക്ക് 6ഉം. ദെൻ നമ്മൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 30 to 40 മാർക്സിന് ഇതുവരെ വെയിറ്റേജിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഷോർട്ട് ആൻസേഴ്സ് 20 to 30 മാർക്സിനും
ന്യൂമറിക്കൽ പ്രോബ്ലംസ് 30 to 40 മാർക്സിനും കേസ് ബേസ്ഡ് സ്റ്റഡീസ് 10 to 20 മാർക്സിനുമാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പൊ കൂടുതലും ചോദിച്ചു കണ്ടെത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ പ്രോബ്ലംസുമാണ്. തൊട്ട് താഴെ ഷോർട്ട് ആൻസേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഏറ്റവും കുറവ് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ളത് കേസ് ബേസ്ഡ് സ്റ്റഡീസും. ദെൻ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾക്ക് മാത്തമാറ്റിക്സ്, ഫൈനാൻഷ്യൽ മാത്തമാറ്റിക്സിലും റിഗ്രഷൻ അനാലിസിന്റെ ബേസിസിലും ഒക്കെ എന്താണ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് ബേസിക് ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് അധികം ചോദിച്ചു കാണുന്നില്ല. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു പോർഷൻസ് ഒന്നും ചോദിച്ചു കാണുന്നില്ല. അപ്പൊ അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. പക്ഷെ ആപ്ലിക്ക ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ ബാർഡ് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എന്താ നമ്മുടെ സെക്കൻഡ് ബ്ലോക്കിനാണ് കൂടുതലും മാർക്ക് കോൺട്രിബ്യൂഷന്റെ ഇതിൽ ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്നത്, സെക്കൻഡും ഫിഫ്ത്തും ബ്ലോക്ക്. ദെൻ നമുക്ക് തൊട്ട് പുറകെ നിൽക്കുന്നത് ഫോർത്ത് ബ്ലോക്ക് ആണ്, യൂണിറ്റ് വേരിയന്റ്. അത് കഴിഞ്ഞ് തൊട്ട് പുറകെ നിൽക്കുന്നത് ഹൈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുന്നത് ഫസ്റ്റ് ബ്ലോക്കും സെക്കൻഡ് ബ്ലോക്കുമാണ്. ഏറ്റവും കുറവ് വരുന്നത് ലാസ്റ്റ് ബ്ലോക്ക്, അതായത് ടൈം വേസ്റ്റ് ഡാറ്റ അനാലിസിസ്. ഇനി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ബേസിസിലുള്ള ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് 35% ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസും, ദെൻ 25% ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഷോർട്ട് ആൻസേഴ്സും, 30% ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസും, കേസ് ബേസ്ഡ് സ്റ്റഡീസ് 10%ആണ് വന്നിരിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ 35% എസ്ഐയും ന്യൂമറിക്കൽ 30യുമാണ് വന്നിരിക്കുക. അത് രണ്ടുമാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നു കണ്ടിട്ടുള്ള അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി റിപ്പീറ്റഡ് ടോപ്പിക്സ് പറഞ്ഞു. നമ്മളിനി ആ ഒരു ടോപ്പിക്സിന്റെ ബേസിസിൽ വന്ന് കണ്ടിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് റിക്കറിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 1-ൽ നിന്ന് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 1-ലെ മെട്രിക്സിൽ നിന്നും ടൈപ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് ചോദിച്ചിട്ടുണ്ട്. അതിലെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡിഫൈൻ മാട്രിക്സ് ആൻഡ് ഡിസ്കസ് ടൈപ്സ് ഓഫ് ഐഡന്റിഫൈ ടൈപ്സ് ലൈക്ക് ഐഡന്റിറ്റി, റെക്ടാങ്കുലർ, സ്കാലാർ. ഇതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അത് 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കാണ് ആവറേജ് പറഞ്ഞിരിക്കുന്നത്. ദെൻ യൂണിറ്റ് 2 ഡിറ്റർമിനൻസിൽ നിന്നും ഹാർമേഴ്സ് റൂൾ ചോദിച്ചിട്ടുണ്ട്. സോൾവ് ലീനിയർ ഇക്വേഷൻസ് യൂസിങ് ഹാർമേഴ്സ് റൂൾ. അത് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കിനാണ്. ദെൻ ഡിഫറൻഷ്യൽ കാൽക്കുലസിന്റെ ബ്ലോക്കിൽ നിന്നും, അതായത് യൂണിറ്റ് 7-ൽ നിന്നും ഡിഫറൻസിയേഷൻ ചോദിച്ചിട്ടുണ്ട്. റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻ ആണ്. അതിന്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡിഫറൻഷിയേറ്റ് y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 4. അത് 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കാണ്. യൂണിറ്റ് 8-ൽ നിന്ന് മാക്സിമ ആൻഡ് മിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് ഫങ്ഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിലെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഫൈൻഡ് ലോക്കൽ മാക്സിമ ഓർ മിനിമ ഫോർ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x ക്യൂബ് മൈനസ് 21x സ്ക്വയർ പ്ലസ് 36x മൈനസ് 20 യൂസിങ് ഡെറിവേറ്റീവ്സ്. അത് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കിനാണ്. ദെൻ ഫിനാൻഷ്യൽ മാത്തമാറ്റിക്സിൽ നിന്ന് യൂണിറ്റ് 10-ൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആണ്. അതിൽ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പറയുന്നുണ്ട്.
അതിൽ കാൽക്കുലേറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓവർ 5 years ഓഫ് 4 സ്പെസിഫൈഡ് റേറ്റ്സ്. അത് 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, 10 മാർക്കിനാണ് വന്നിട്ടുള്ളത്. ദെൻ യൂണിവേരിയന്റ് അനാലിസിസിന്റെ പോർഷനിൽ നിന്ന് യൂണിറ്റ് 13 സെൻട്രൽ ടെൻഡൻസി നോക്കിക്കഴിഞ്ഞാൽ മീൻ മീഡിയൻ മോഡാണ് ടോപ്പിക്ക് വന്നിരിക്കുന്നത്. അതിൽ കാൽക്കുലേറ്റ് മീൻ മീഡിയൻ ആൻഡ് മോഡ് ഫോർ എ ഗിവൺ ഡേറ്റ സെറ്റ്. ഇതാണ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസിലായിട്ട് വന്നിട്ടുള്ളത്. അത് 9 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്, 15 മാർക്കാണ് ആവറേജ് വരുന്നത്. ദെൻ യൂണിറ്റ് 14 ഡിസ്പെർഷനിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഒരു പോർഷനിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. കമ്പ്യൂട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസിങ് ബോത്ത് ഡയറക്റ്റ് ആൻഡ് ഷോർട്ട് കട്ട് മെത്തേഡ്സ്. 7 മാർക്കിനാണ് 7 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്, 10 മാർക്കിന്. ബൈവേരിയന്റ് അനാലിസിസ്, അതായത് യൂണിറ്റ് 15ലെ കോറിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ചോദിച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റ് പിയേഴ്സൺസ് കോറിലേഷൻസ് കോഎഫിഷ്യന്റ് ഫോർ എ പ്രൊവൈഡഡ് ഡാറ്റ സെറ്റ്. അത് 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, 10 മാർക്കിന്. യൂണിറ്റ് 16 റിഗ്രഷന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ലീനിയർ റിഗ്രഷൻ ഇക്വേഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിറൈവ് റിഗ്രഷൻ ഇക്വേഷൻസ് ഓഫ് y on x ആൻഡ് x on y ഫോർ എ ഗിവൺ ഡേറ്റ. അത് 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, 10 മാർക്കിന്. ടൈം ബേസ്ഡ് ഡാറ്റ അനാലിസിസിൽ നിന്നും യൂണിറ്റ് 8 ടൈം സീരീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ മെത്തേഡ്സ് ഓഫ് ട്രെൻഡ് അനാലിസിസ് ആണ് വന്നിരിക്കുന്ന ടോപ്പിക്ക്. എസ്റ്റിമേറ്റ് ട്രെൻഡ് വാല്യൂസ് യൂസിങ് ദ ലീസ്റ്റ് സ്ക്വയേഴ്സ് മെത്തേഡ്സ് ഫോർ ടൈം സീരീസ് ഡാറ്റ. അത് 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, 10 മാർക്കിന്. ദെൻ ഹൈ ഫ്രീക്വൻസി ഏരിയാസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട. പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ മെട്രിക്സ് പ്രോപ്പർട്ടീസ് എന്ന ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട അല്ലെങ്കിൽ ഹൈലി റെക്കറിങ് വരുന്ന ടോപ്പിക്സ് ആണ്. ദെൻ ഡിഫറൻസിയേഷന്റെ പോർഷനിൽ നിന്ന് ഡെറിവേറ്റീവ് റൂൾസ് ആൻഡ് മാക്സിമം ഓർ മിനിമ. അത് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിലും എക്സാംസിലും വന്ന് കാണുന്ന ഒരു പോർഷൻസ് ആണ്, അത് നോക്കണം. ദെൻ സെൻട്രൽ ടെൻഡൻസി, അതിൽ എസെൻഷ്യൽ കാൽക്കുലേഷൻസ് ഫോർ മീൻ മീഡിയൻ മോഡ്, അത് കൺസെപ്ച്വലി കുറെ ടെസ്റ്റ് ചെയ്യുന്നതാണ്, അത് നമ്മൾ നോക്കേണ്ടതുണ്ട്. ദെൻ ടോപ്പിക് ലെവൽ ട്രെൻഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് കൂടുതലായിട്ടും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതായത് കാൽക്കുലസ്, സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെയുള്ള ഏരിയാസിൽ നിന്നും കൂടുതൽ ന്യൂമറിക്കൽ പ്രോബ്ലം ആണ് ചോദിച്ച് കാണുന്നത് അല്ലെങ്കിൽ കണ്ടു വന്നുകൊണ്ടിരിക്കുന്നത്. ദെൻ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് ഫിനാൻഷ്യൽ മാത്തമാറ്റിക്സിന്റെ അല്ലെങ്കിൽ റിഗ്രഷന്റെ കേസിലുള്ള ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. അതിലും ടോപ്പിക് വൈസ് ആയിട്ട് ഫോക്കസ് ചെയ്യുക. ദെൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട യൂണിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 7, 13, 15 അതിൽ ഹയസ്റ്റ് റിക്കറൻസ് ഒരു ചാൻസ് അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി കണ്ടുവരുന്നുണ്ട്. അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ദെൻ ന്യൂമറിക്കൽ പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സിൽ കൂടുതലായിട്ട് നമ്മൾ മാസ്റ്ററൈസ് ചെയ്യുക. അതായത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ കാൽക്കുലസ് അങ്ങനെയുള്ള പോർഷൻസിൽ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അപ്പിയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ അലോക്കേറ്റ് ടൈം സ്ട്രാറ്റജിക്കലി. എന്ത് ചെയ്യുക, പ്രാക്ടീസ്. നമ്മൾക്ക് റിഗ്രഷൻ ട്രെൻഡ്സ് അനാലിസിസ് എന്ന ഇതിലൊക്കെ എന്താണ് പ്രാക്ടീസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ടോപ്പിക്സ് ആണ്. അതിൽ കൂടുതൽ സമയം എടുത്തു തന്നെ പഠിച്ച് പോർഷൻസ് കവർ ചെയ്യാൻ നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ദെൻ ലിവറേജ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ റെക്കറിങ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളിപ്പം മേൽ പറഞ്ഞ ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ട് റെക്കറിങ് ലെവലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസ് ഒക്കെ കണ്ട് അറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, അതിന് വരുന്ന ഒരു സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഒരു ആൻസേഴ്സ് ഒക്കെ ഉണ്ട്, അതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഇനി റെക്കറിങ് രീതിയിലുള്ള ഒരു ടോപ്പിക്സോ അല്ലെങ്കിൽ മാർക്ക് കോൺട്രിബ്യൂഷനോ നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് 1 മാട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിൽ നിന്നും യൂണിറ്റ് 1 to 2 വരെയാണ് വരുന്നത്. അതിന് 20 മാർക്സ് ആണ് പാസ്റ്റ് പേപ്പേഴ്സിൽ വന്നിട്ടുള്ളത്. ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ നിന്നും 30 മാർക്സിനും യൂണിവേരിയൻ അനാലിസിസിൽ നിന്ന് 25 മാർക്സും ബൈവേരിയൻ അനാലിസിസിൽ നിന്ന് 20 മാർക്സുമാണ് മാർക്ക് കോൺട്രിബ്യൂഷൻ പാസ്റ്റ് പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളത്. ദെൻ റെക്കറിംഗ് ടോപ്പിക്സ്, നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ ടോപ്പിക്സിന്റെ കാര്യം, അതിന്റെ ബേസിലുള്ള ഒരു ബാർ ഗ്രാഫ് ആണ് കൊടുത്തിരിക്കുന്നത്. മീൻ മീഡിയൻ ഒക്കെയാണ് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ ഗ്രാഫ് ഒന്ന്, അതായത് നമ്മുടെ മറ്റേ ടേബിളിന്റെ നേരെ സെയിം ഒരു ഗ്രാഫാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എത്ര വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിന് ബേസ്. ഇനി ടോപ്പിക് പ്രോബബിലിറ്റി വെച്ചിട്ട് നമ്മളുടെ ഒരു പ്രഡിക്ഷൻ അനാലിസിസ് വെച്ചിട്ട് നോക്കാം. കൂടുതലും വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് ഏതൊക്കെയായിരിക്കും അല്ലെങ്കിൽ ഏത് യൂണിറ്റ്സിൽ നിന്നായിരിക്കും എന്ന്. അതിൽ പാർട്ട് എ ബിസിനസ് മാത്തമാറ്റിക്സിന്റെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിൽ നിന്ന്
ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്, കാരണം ഫ്രീക്വന്റ്ലി ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഞാൻ യൂണിറ്റ് 2 ഡിറ്റർമിനൻസിൽ നിന്ന് ഫാർമേഴ്സ് റൂളും ഹൈ പ്രോബബിലിറ്റി ആയിട്ട് പറയാം. ദെൻ സെക്കൻഡ് ബ്ലോക്കിൽ നിന്ന് ഡിഫറൻസിയേഷൻ, അതായത് റൂൾസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഹൈ ലെവൽ പ്രോബിലിറ്റി ഉണ്ട്. യൂണിറ്റ് 9 ആപ്ലിക്കേഷൻസിൽ നിന്ന് റവന്യൂ, കോസ്റ്റ്, പ്രോഫിറ്റ് ഫങ്ഷൻസ്, ഇതൊരു മീഡിയം ലെവൽ പ്രോബിലിറ്റി ഉള്ളൊരു പോർഷൻ ആണ്. ദെൻ യൂണിറ്റ് ബ്ലോക്ക് 3 ഫിനാൻഷ്യൽ മാത്തമാറ്റിക്സിൽ നിന്ന് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഹൈ പ്രോബബിൾ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ബി ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ യൂണിവേരിയന്റിന്റെ അനാലിസിസ് ബ്ലോക്കിൽ നിന്ന് മീൻ, മീഡിയൻ, മോഡ്, ഹൈ പ്രോബബിലിറ്റിയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ഒരു മീഡിയം പ്രോബബിലിറ്റിയുമായിട്ട് നമുക്ക് പറയാം. ബൈവേരിയന്റ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റും റിഗ്രഷൻ ഇക്വേഷൻസും രണ്ടും ഹൈ പ്രോബബിലിറ്റി ഏരിയയിലാണ് വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ ടൈം ബേസ്ഡ് ഡാറ്റ അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ആൻഡ് യൂസസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്കൊരു മീഡിയം പ്രോബബിലിറ്റിയും ലീസ്റ്റ് സ്ക്വയേഴ്സ് ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത് നമുക്കൊരു മീഡിയം ലെവൽ പ്രോബബിലിറ്റി പറയാൻ പറ്റും. അപ്പം നമുക്ക് ഹൈ പ്രോബബിലിറ്റി വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്. ഇതിൽ കൂടുതലായിട്ട് നമ്മൾ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ടൈപ്സ് ഓഫ് മെട്രിക്സ് പറയുന്നുണ്ട്, പിന്നെ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുണ്ട്. ഇതിലൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുക. ദെൻ ഡിഫറൻസിയേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ, അതിൽ കൂടുതലും എന്താണ് മാക്സിമ, മിനിമ അല്ലെങ്കിൽ റവന്യൂ ഓർ കോസ്റ്റ് ഫങ്ഷൻസ് അങ്ങനെ വരുന്നതാണ്. അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക, ആ ടോപ്പിക്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ദെൻ സെൻട്രൽ ടെൻഡൻസി ആൻഡ് കോറിലേഷന്റെ പോർഷനിൽ നിന്ന് മീൻ, മീഡിയൻ, മോഡ് അല്ലെങ്കിൽ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് അങ്ങനത്തെ പോർഷൻസ് ആണ് കൂടുതൽ പ്രോബബിൾ ആയിട്ട് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന പോർഷൻസിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. അതായത് മസ്റ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട ഒരു പോർഷൻസ് ആയിട്ട് ഇതിനെ കാണുക. ദെൻ ഇൻട്രസ്റ്റ് കാൽക്കുലേഷന്റെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പല പ്രോബ്ലംസിലും വേരി ചെയ്യും. അപ്പൊ അതൊന്ന് നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് നോക്കേണ്ടി വരും. ദെൻ റിഗ്രഷൻ അനാലിസിന്റെ നോക്കിക്കഴിഞ്ഞാൽ ഡിറൈവ് റിഗ്രഷൻ ഇക്വേഷൻസ് യൂസിങ് ദ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്സ്, ഈ ഒരു ഏരിയ നമ്മൾ ഹൈ ആയിട്ട് നോക്കണം. ഇത് മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ആൻഡ് മെട്രിക്സ് പോർഷനിൽ നിന്നും റിയൽ വേൾഡ് സിനിയോറിസ്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽസ് ഒക്കെ ഇല്ലേ, ഡിമാൻഡ് സപ്ലൈ ഇക്വിലിബ്രിയം, അതൊക്കെ ഒന്ന് മീഡിയം പ്രോബബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ നോക്കിയിട്ട് പോകണം. ദെൻ ഡിസ്പെർഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാൽക്കുലേറ്റിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയും അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിറൈവ് ചെയ്യുകയോ ഇന്റർപ്രറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യത്തില്ലേ, അത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ടൈം സീരീസ് അനാലിസിസ്, അതായത് ലാസ്റ്റ് ബ്ലോക്കിലെ ട്രെൻഡ് അനാലിസിസ്, മൂവിങ് ആവറേജ്, ലിസ്റ്റ് സ്ക്വയേഴ്സ്, അതും നമ്മൾ നോക്കണം. പക്ഷെ അത് മീഡിയം പ്രോബബിൾ ആണ്. ഇനി ലോ പ്രോബബിൾ അല്ലെങ്കിൽ തീരെ വരാൻ ചാൻസ് കുറവുള്ള വരും, പക്ഷെ എന്നാൽ ലീസ്റ്റ് ചാൻസേ ഉള്ളെന്ന് പറയുന്നതാണ് അഡ്വാൻസ്ഡ് മെട്രിക്സ് ഓപ്പറേഷൻസ്. അത് റെയർലി മാത്രമേ വന്ന് കണ്ടിട്ടുള്ളൂ. പിന്നെ എന്താണ് തീരെ വളരെ ഒരു പ്രാവശ്യമൊക്കെ ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്താണ് സിമെട്രിക് മെട്രിക്സ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ പോർഷൻസ്. ദെൻ അഡ്വാൻസ്ഡ് ഇൻഡെക്സ് നമ്പേഴ്സിൽ നിന്നും എന്താണ്
തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും വളരെ ചുരുക്കമൊക്കെയാണ്. അതും ഈയിടെയൊക്കെ മാത്രമേ വന്നു കണ്ടിട്ടുള്ളൂ. പക്ഷെ ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോവുക, ഒത്തിരി ഒന്ന് ഫോക്കസ് ചെയ്ത് സമയം കളയണ്ട, പക്ഷെ എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോവുക. ദെൻ സ്ട്രാറ്റജി നോക്കിക്കഴിഞ്ഞാൽ ഹൈ പ്രോബിലിറ്റി ഉള്ള ഫോക്കസ് ഏരിയാസ് എന്ന് പറഞ്ഞേക്കുന്നതിൽ നമ്മൾ സ്റ്റഡി ടൈമിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ ആ ഒരു പോർഷൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. ദെൻ മീഡിയം പ്രോബിൾ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് പഠിക്കണം, അതായത് ഹൈ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ എന്നാൽ മറ്റേ ടോപ്പിക്സിന്റെ അത്ര ഇത് മസ്റ്റ് ആയിട്ട് വന്നിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ വരാൻ ചാൻസ് ഉണ്ട്, പ്രോബിലിറ്റി കൂടുതലാണ്. ദെൻ ലോ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം മാത്രമൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ എന്നാൽ കുറവ് ചാൻസ് ആണെന്ന് പറയുന്ന ടോപ്പിക്സിനെയാണ് ലോ പ്രോബിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഒരു വിഷ്വൽ ഗ്രാഫ് എഫക്ട്സ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ദെൻ കളർ കോഡൊക്കെ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഏറ്റവും ഹൈ ആയിട്ടുള്ളതിനും മീഡിയത്തിന് യെല്ലോ, ലോയ്ക്ക് റെഡ്, ആ രീതിയിലൊന്ന് കൊടുത്തിരിക്കുകയാണ്. ഏറ്റവും ഹൈ ആയിട്ടുള്ളതാണ് ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന റിഗ്രഷൻ ഇക്വേഷൻസ്, പിയേഴ്സൺ കോറിലേഷൻ, ദെൻ മീൻ മീഡിയൻ മോഡ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഡിഫറൻസിയേഷൻ റൂൾസ്, കാമേഴ്സ് റൂൾ, മാട്രിക്സ്, അതായത് ടൈപ്സ് ആൻഡ് പ്രോപ്പർട്ടീസ്. ഇത് ഇത്രയുമാണ് ഹൈ പ്രോബിലിറ്റി ഉള്ളത്. ദെൻ ലോ അതിന്റെ തൊട്ട് താഴെ വരുന്നത് ട്രെൻഡ് അനാലിസിസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ്. ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ റവന്യൂ ആൻഡ് കോസ്റ്റിന്റെ ഒരു പോർഷനിൽ നിന്ന്. ദെൻ ഓൾറെഡി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു, ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അറിയാവുന്ന പോലെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ തരും. അതിന്റെ ബേസിൽ നമുക്ക് കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ എത്രത്തോളം ലെവലായെന്ന് നോക്കാം. അതിന്റെ ബേസിൽ നമുക്ക് മുന്നോട്ടുള്ള ഡിസംബർ എക്സാമിന് വേണ്ടി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ആത്മാർത്ഥമായിട്ട് പഠിക്കാം. 100% നമുക്ക് നമ്മളുടെ വർക്ക് അതിനകത്ത് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എന്താണെന്ന് നോക്കാം. ഔട്ട് ഓഫ് 100 ആണ് മാർക്ക് വരുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പാർട്ട് എ, പാർട്ട് ബി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻസിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ കാൽക്കുലേറ്റർ അലൗഡ് ആണ് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. സയന്റിഫിക് നമുക്ക് എക്സാമിന് കൊണ്ടുപോകത്തില്ല കേട്ടോ, അത് ഓർത്തിരിക്കുക. എല്ലാത്തിനും ഈക്വൽ മാർക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പാർട്ട് എ ബിസിനസ് മാത്തമാറ്റിക്സിൽ നിന്നും ആൻസർ എനി 2 ഓഫ് ദ ഫോളോയിങ് ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 2. 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം മാത്രം എഴുതിയാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് മെട്രിക്സ് വിത്ത് എക്സാമ്പിൾസ്. താഴെ പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഐഡന്റിഫൈ മെട്രിക്സ്, സിമെട്രിക് മെട്രിക്സ്, ഓർത്തോഗോണൽ മെട്രിക്സ്. അപ്പം ഇത് 10 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓർത്തോഗോണലൊക്കെ അധികം ചോദിച്ചു കണ്ടിട്ടില്ല, നമ്മൾ ലോ പ്രോബിലിറ്റി ഏരിയയിൽ പറഞ്ഞല്ലോ എന്താണ് പക്ഷെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് 3 എണ്ണവും കൂടാണ് 10 മാർക്കിന് ചോദിച്ചത്. അപ്പം ജസ്റ്റ് ബ്രീഫായിട്ട് മാത്രം എഴുതിയാൽ മതി, ആ രീതിയിൽ നോക്കുക. അതിന്റെ ബി പാർട്ട് എന്ന് പറയുന്നത് സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസിങ് കാമേഴ്സ് റൂൾ. അതായത് കാമേഴ്സ് റൂൾ വെച്ചിട്ട് താഴെ പറയുന്ന ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ. 2x minus y plus 3z is equal to 7. 4x plus 2y minus z is equal to 1. Then minus x plus y plus z is equal to 2. അതിനും 10 മാർക്ക്. Then second question പറഞ്ഞിരിക്കുന്നത് find the local maximum and minimum of the function f of x is equal to x cube minus 6x square plus 9x plus 1 using the second derivative test. 10 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. Then ബിയിൽ ചോദിച്ചിരിക്കുന്നത് എ സം ഓഫ് മണി ഈസ് ഇൻവെസ്റ്റഡ് അറ്റ് എ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 8% per annum compounded annually. If the principal amount is rupees 12,000, calculate the amount after 4 years. നമ്മൾ 4 വർഷം കഴിഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വെച്ചിട്ടുള്ള എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. Then third question ചോദിച്ചിരിക്കുന്നത് differentiate y is equal to x plus 2 into x minus 3 divided by x plus 1 the whole square using the quotient rule. അത് 10 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ ആൻഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വിത്ത് സ്യൂട്ടബിൾ ഫോർമുലാസ് ആൻഡ് ബ്രീഫ് എക്സാമ്പിൾസ്. അതും 10 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ പാർട്ട് ബി ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പോർഷൻ ആണ്. അതിൽ നിന്നും നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് ആൻസർ എനി 2 ഓഫ് ദ ഫോളോയിങ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 20 മാർക്സ്.
അതിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ മീൻ മീഡിയൻ ആൻഡ് മോഡ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റാ സെറ്റ്. അതായത് ക്ലാസ് ഇന്റർവെൽസ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 0 to 10, 10 to 20, 20 to 30 അങ്ങനെ ക്ലാസ് ഇന്റർവെൽസ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 5, 8, 12, 10, 5. 10 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് മീൻ മീഡിയൻ മോഡ്. ഇത് ഇത്രയും കണ്ടുപിടിക്കണം. Then explain the difference between absolute and relative measures of dispersion with examples. 10 മാർക്കാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, അബ്സല്യൂട്ടും റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനും തമ്മിലുള്ള ഡിഫറൻഷിയേഷൻ ചെയ്യണം. അത് എക്സ്പ്ലെയിൻ ചെയ്യാം. Then fifth question, calculate Pearson coefficient of correlation from the following data. Some y തന്നിട്ടുണ്ട് 10, 12, 14, 16, 18 and x y 20, 24, 28, 32, 36. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, coefficient of correlation നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. Then B, derive the regression equations of y on x and x on y for the data above. ഇതിൽ നിന്ന് ആ മേലത്തെ ഡേറ്റയ്ക്ക് തന്നെ എന്ത് ചെയ്യണം, റിഗ്രഷൻ ഇക്വേഷൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. 10 മാർക്ക്. Then sixth question വരുന്നത് ഫ്രം ദ ഫോളോയിങ് ടൈം സീരീസ് ഡാറ്റ കാൽക്കുലേറ്റ് ദ ട്രെൻഡ് വാല്യൂസ് യൂസിങ് ദ ലീസ്റ്റ് സ്ക്വയേഴ്സ് മെത്തേഡ്. നമ്മൾ ട്രെൻഡ് വാല്യൂ കണ്ടുപിടിക്കണം. ഇയറും തന്നിട്ടുണ്ട്, സെയിൽസ് ഇൻ 1000 തന്നിട്ടുണ്ട്, 45, 50, 55, 60, 65 എന്ന് തന്നിട്ടുണ്ട്. അത് നമ്മൾ ട്രെൻഡ് വാല്യൂസ് കണ്ടുപിടിക്കണം. ലീസ്റ്റ് സ്ക്വയേഴ്സ് മെത്തേഡ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 10 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. Then explain the construction and importance of consumer price index. അതായത് CPI in measuring inflation ആണ് ചെയ്യേണ്ടത്. അത് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ കൺസ്ട്രക്ഷൻസും ഇമ്പോർട്ടൻസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ ഇങ്ങനെ 6 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്ന നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് അറിയാവുന്ന നോക്കി എഴുതുക. ഔട്ട് ഓഫ് 100 ആണ് മാർക്ക് വരുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന ആൻസേഴ്സ് മാത്രം നോക്കി നമ്മൾ ആദ്യം എഴുതി എഴുതുക. എല്ലാവർക്കും നല്ലൊരു എക്സാം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ലേൺ വൈസിലെ സ്റ്റുഡൻസിന് ഇതിന്റെ ആൻസർ കേസ് നിങ്ങളുടെ ആപ്പിൽ ഡോക്കായിട്ട് ഓൾറെഡി അവൈലബിൾ ആണ്. ഇത് റെഫർ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ആൻസേഴ്സ് എന്നൊക്കെ ഒന്ന് റെഫർ ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഹാപ്പി ആയിട്ട് എക്സാം ഹോളിൽ ഇറങ്ങട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.